നമസ്കാരം. ഈ വാർത്താ ദിനത്തിൽ ഇതുവരെയുള്ള വാർത്തകൾ സമഗ്രമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് വാർത്താസന്ധ്യ. എല്ലാ പ്രേക്ഷകർക്കും വാർത്താസന്ധ്യയിലേക്ക് സ്വാഗതം. കോടതിയിൽ നിന്ന് വന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഉത്തരവിൽ നമ്മൾ തുടങ്ങുന്നു. മാസപ്പടി കേസിൽ വിജിലൻസ് അന്വേഷണമില്ല. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ കമ്പനി ഉൾപ്പെട്ട മാസപ്പടി കേസിൽ വിജിലൻസ് അന്വേഷണമില്ല. അന്വേഷണ ഉത്തരവ് നൽകാൻ മതിയായ തെളിവില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പുനഃപരിശോധനാ ഹർജികൾ ഹൈക്കോടതി തള്ളിയത്. നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് ഹർജിക്കാരനായ അഡ്വക്കേറ്റ് മാത്യു കുഴൽനാടൻ MLA പ്രതികരിച്ചു. മാത്യു കുഴൽനാടൻ നൽകിയ തെളിവുകൾ കേസെടുക്കാൻ മതിയായതല്ലെന്ന നിരീക്ഷണത്തോടെയാണ് ഹർജി ഹൈക്കോടതി തള്ളിയത്. സംശയം തോന്നിക്കുന്ന രേഖകൾ മാത്രമാണ് മാത്യു കുഴൽനാടൻ നൽകിയത്. സംശയത്തിന്റെ പുറത്ത് പൊതുപ്രവർത്തകർക്കെതിരെ അന്വേഷണം നടത്താനാകില്ല. ഇത് പൊതുപ്രവർത്തകരെ കളങ്കപ്പെടുത്തുന്നതിന് കാരണമാകും. പൊതുപ്രവർത്തകരെ പ്രതിയാക്കി വിളിച്ചു വരുത്തുന്ന നടപടി ഗൗരവതരമാണെന്നും ഇത് പൊതുപ്രവർത്തകരുടെ അന്തസ്സിനെയും മാന്യതയെയും കളങ്കപ്പെടുത്തുമെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. കേസിൽ വസ്തുതകൾ ബോധ്യപ്പെടുത്താൻ മാത്യു കുഴൽനാടന് കഴിഞ്ഞിട്ടില്ലെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. അഴിമതി നടന്നുവെന്ന് സംശയിക്കുന്ന സാഹചര്യങ്ങളാണ് കോടതിക്ക് മുമ്പിൽ ഇപ്പോൾ ഈ പെറ്റീഷനിൽ നിന്നും ഈ മെറ്റീരിയൽസിൽ നിന്നും കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് ഈ ഘട്ടത്തിൽ ഇടപെടുന്നില്ല എന്നാണ് പറഞ്ഞത്. ഈ വിധിയും എന്നെ നിരാശപ്പെടുത്തുകയോ എന്നെ തളർത്തുകയോ ചെയ്യത്തില്ല. വിധി കൂടുതൽ വിശദമായി പഠിച്ചതിന് ശേഷം സഹപ്രവർത്തകരുമായി കൂടിയാലോചിച്ചും ഉചിതമായ നടപടി സ്വീകരിക്കും. ഹൈക്കോടതി ഉത്തരവ് സംബന്ധിച്ച ചോദ്യത്തിന് മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ മറുപടി ഇങ്ങനെ: എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ, വിഷു വരുന്നുണ്ട്, വിഷു ആശംസകൾ. പ്രതിപക്ഷത്തിനേറ്റ വലിയ തിരിച്ചടിയെന്ന് നിയമമന്ത്രി P. രാജീവ്. യഥാർത്ഥത്തിൽ ഇതിനേക്കാൾ വലിയ തിരിച്ചടി കിട്ടാനുണ്ടോ? വിജിലൻസ് കോടതി തള്ളി, ഇവിടെ വന്ന് അതും തള്ളി, അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇതൊന്ന് ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് സമൂഹത്തോട് തുറന്നു പറയാനുള്ള ഒരു ആർജവം പ്രതിപക്ഷത്തിനില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാൻ കഴിയുന്ന സംഗതിയാണ്. CMRL ഉദ്യോഗസ്ഥരുടെ ഡയറി തെളിവാക്കി സ്വീകരിക്കാനാകില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. മാസപ്പടി വിവരങ്ങൾ തെളിവായി സ്വീകരിക്കാൻ കഴിയില്ലെന്നും പ്രഥമ ദൃഷ്ട്യാ തെളിവല്ലാത്ത രേഖകൾ കോടതിക്ക് കേസെടുക്കാനുള്ള തെളിവായി സ്വീകരിക്കാനാകില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. വിശ്വാസ്യതയുള്ള രേഖകളുടെ അഭാവത്തിൽ മാസപ്പടി രേഖകൾ പരിഗണിക്കാനാവില്ലെന്നതാണ് കോടതി നിലപാട്. 24 കൊച്ചി. മാസപ്പടി കേസിൽ വിജിലൻസ് അന്വേഷണം തള്ളിയ ഹൈക്കോടതി വിധി CPIM-നും സർക്കാരിനും ഒരുപോലെ ആശ്വാസമാണ്. മഴവിൽ സഖ്യത്തിന്റെ ഒരാരോപണം കൂടി തകർന്ന് തരിപ്പണമായെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. ഹൈക്കോടതി ഉത്തരവ് UDF-ന് തിരിച്ചടിയല്ലെന്നും ലാവ്ലിൻ കേസിന് സമാനമായ അനിശ്ചിതത്വം ഇതിലുമുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ കമ്പനി എക്സാലോജിക്കിന് കരിമണൽ കമ്പനിയായ CMRL സേവനമൊന്നും നൽകാതെ 1.72 കോടി രൂപ കൈമാറിയെന്ന ആദായനികുതി വകുപ്പിന്റെ കണ്ടെത്തൽ സർക്കാരിനെയും CPIM-നെയും പിടിച്ചുകുലുക്കിയ വിവാദമാണ്. ഈ വിവാദത്തിൽ വിജിലൻസ് അന്വേഷണം വേണ്ട എന്ന ഹൈക്കോടതി ഉത്തരവ് അതുകൊണ്ട് തന്നെ സർക്കാരിനും CPIM-നും ഏറെ ആശ്വാസം പകരുന്നു. പ്രത്യേകിച്ചും 2026 നിയമസ്വാതന്ത്ര്യം മുന്നിൽ കണ്ട് സർക്കാരിന്റെ 4ാം വാർഷികം ആഘോഷിക്കാൻ ഒരുങ്ങുമ്പോൾ ഹൈക്കോടതി ഉത്തരവ് CPIM-ന്റെയും സർക്കാരിന്റെയും പ്രചരണത്തിന് ശക്തി പകരും. രാഷ്ട്രീയപ്രേരിതമായ ആരോപണത്തിലേറ്റ തിരിച്ചടിയാണ് ഹൈക്കോടതി വിധിയെന്നാണ് CPIM-ന്റെ ആദ്യ പ്രതികരണം. കുഴൽനാടൻ്റെ ഉണ്ടയില്ലാത്ത വെടി ഹൈക്കോടതി തന്നെ അതിൻ്റെ കൃത്യമായ അർത്ഥത്തിൽ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. മഴവിൽ സഖ്യത്തിൻ്റെ ഒരു ആരോപണവും കൂടി തകർന്ന് തരിപ്പണായിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. വിജിലൻസ് അന്വേഷണ ആവശ്യം ഹൈക്കോടതി തള്ളിയത് UDF-ന് തിരിച്ചടിയാണ്. മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും അനാവശ്യ ആരോപണം ഉന്നയിച്ച് അവഹേളിക്കാൻ ശ്രമിക്കുന്നുവെന്ന വിമർശനമാകും CPIM-ൽ നിന്ന് നേരിടേണ്ടി വരിക. എന്നാൽ ഹർജി രാഷ്ട്രീയപ്രേരിതമാണെന്ന വിജിലൻസ് കോടതിയുടെ പരാമർശം ഹൈക്കോടതി റദ്ദാക്കിയത് UDF-ന് ആശ്വാസകരമാണ്. എന്തായാലും ആ അക്കൗണ്ടിലേക്ക് പണം വന്നിരുന്നത് യാഥാർത്ഥ്യമാണ്. ഇത് നിയമപരമായ ലീഗലായിട്ടുള്ള പ്രശ്നമാണ്. വിജിലൻസ് കേസാണോ നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ മണി ലോണ്ടറിങ് ആക്റ്റാണോ PC ആക്റ്റാണോ നിലനിൽക്കുന്നത് എന്നുള്ളത് നിയമപരമായ പ്രശ്നമാണ്. 2021 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് മാസപ്പടി കേസിൽ കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം പ്രഖ്യാപിച്ച SFI അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. 24 തിരുവനന്തപുരം. വൻ ഭൂചലനത്തിൽ വിറങ്ങലിച്ച് മ്യാൻമറും തായ്ലൻഡും. 2 100-ലധികം പേർ മരിച്ചു. ഇരു രാജ്യങ്ങളിലും അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ചൈനയിലും ഇന്ത്യയിലും പ്രകമ്പനം അനുഭവപ്പെട്ടു. ദുരിതബാധിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി X-ൽ കുറിച്ചു. പ്രാദേശിക സമയം 12:50-നാണ് റിക്ടർ സ്കെയിലിൽ 7.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമുണ്ടായത്. 12 മിനിറ്റിന്റെ ഇടവേളയിൽ തുടർചലനങ്ങളുമുണ്ടായി. മ്യാൻമറിന് 16 കിലോമീറ്റർ അകലെ സഗൈങ്ങാണ് പ്രഭവ കേന്ദ്രം. മ്യാൻമറിൽ നിന്ന് 900 കിലോമീറ്റർ അകലെയുള്ള ബാങ്കോക്കിലും ഭൂചലനമുണ്ടായി. ഭൂചലനത്തിൽ കൂറ്റൻ കെട്ടിടങ്ങൾ നിലംപതിച്ചു. ദേശീയപാതകൾ തകർന്നു. മ്യാൻമറിലെ രണ്ടാമത്തെ നഗരമായ മാൻഡലെ തകർന്നടിഞ്ഞു.
പ്രസിദ്ധമായ ആവാപ്പാലം ഇറവാടി നദിയിലേക്ക് തകർന്നു വീണു. 70 നിർമ്മാണ തൊഴിലാളികളെ കാണാതായതായി വിവരമുണ്ട്. നിരവധി പേർ കെട്ടിടാവശിഷ്ടങ്ങൾക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നുവെന്നാണ് വിവരം. ഭൂചലനത്തെ തുടർന്ന് അടിയന്തര യോഗം വിളിച്ച മ്യാൻമാർ പ്രധാനമന്ത്രി സ്ഥിതിഗതികൾ വിലയിരുത്തി. രാജ്യം ഇതുവരെ നേരിടാത്ത പ്രതിസന്ധിയെ ശാന്തമായി നേരിടണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ബാങ്കോക്കിലും മ്യാൻമാറിലും അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ബാങ്കോക്കിൽ ഓഹരി വിപണിയിലെ വ്യാപാരം നിർത്തി. മെട്രോ റെയിൽ സർവീസുകൾ റദ്ദാക്കി. ചൈനയിലും ഇന്ത്യയിലും ഭൂചലനത്തിന്റെ പ്രകമ്പനം അനുഭവപ്പെട്ടു. കൊൽക്കത്ത, ഇംഫാൽ, മേഘാലയയിലെ ഗാരോ കുന്നുകൾ, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിലും പ്രകമ്പനം അനുഭവപ്പെട്ടു. ദുരിതബാധിതർക്കായി പ്രാർത്ഥിക്കുന്നുവെന്നും എല്ലാ സഹായവും വാഗ്ദാനം ചെയ്യുന്നുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു. തായ്ലൻഡിലെ ഇന്ത്യൻ എംബസി ഹെൽപ്പ് ലൈൻ തുറന്നു. ഫ്രാൻസ്, യൂറോപ്യൻ യൂണിയനും ദുരിതബാധിത മേഖലകളിൽ സഹായം വാഗ്ദാനം ചെയ്തു. ഇന്റർനാഷണൽ ഡെസ്ക് 24. SKN40 കേരള യാത്രയുടെ പര്യടനം എറണാകുളത്ത് പുരോഗമിക്കുകയാണ്. വാഴക്കുളം പൈനാപ്പിൾ മാർക്കറ്റിൽ നിന്ന് ആരംഭിച്ച യാത്രയ്ക്ക് പിന്തുണയുമായി ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ നൂറുകണക്കിന് പേർ ഒത്തുചേർന്നു. 2 ദിവസം കൂടി ജില്ലയിലെ പര്യടനം തുടരും. ലഹരി വിരുദ്ധ യാത്രയ്ക്ക് ഉപാധികളില്ലാത്ത പിന്തുണയുമായി വാഴക്കുളം പൈനാപ്പിൾ മാർക്കറ്റിലെ കർഷകരും നാട്ടുകാരും. നാടിനെ കാർന്നു തിന്നുന്ന ലഹരിയെ പടിക്ക് പുറത്തു നിർത്താനുള്ള ഇടപെടലുകൾക്ക് ഐക്യദാർഢ്യവുമായി ജനപ്രതിനിധികളും SKN40 കേരള യാത്രയുടെ ഭാഗമായി. വാഴക്കുളത്തിന്റെ ചിഹ്നം ഇതാണ്. അതെ അതെ. ഇവിടുന്ന് ഒരു എത്രായിരം കോടിയുടെ പൈനാപ്പിൾ കയറ്റുമതി ചെയ്യുന്നുണ്ടാവും. 2000 കോടി രൂപയുടെ പൈനാപ്പിൾ ഒരു വർഷം കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നുണ്ട്. പൈനാപ്പിളാണ് ലഹരി. ഇവിടെ മധുരം നാടുകൾക്ക് മധുരം വിളറിക്കൊണ്ട് അത് ചെറുപ്പക്കാരായ ആളുകൾ കടന്നു വരുന്ന ഈ കൃഷിയിലേക്ക് കടന്നു വരുന്ന അവരുടെ നല്ലൊരു ജീവിത ലക്ഷ്യത്തിൽ അവർ കൈവരിക്കുന്നുണ്ട്. കഞ്ചാവും MDMA ഒന്നും ഇവിടെ കയറാൻ നിങ്ങൾ സമയം കഞ്ചാവിനൊന്നും പോകാൻ ഇവർക്ക് സമയമില്ല. മൂവാറ്റുപുഴ നഗരത്തിൽ ജനകീയ പിന്തുണ. ജനപ്രതിനിധികളും എക്സൈസ് പോലീസ് ഉദ്യോഗസ്ഥരും യാത്രയ്ക്കൊപ്പം ചേർന്നു. ഏറ്റവും പുതിയ കാറുകളിലൊക്കെ നമ്മുടെ യുവാക്കൾക്ക് വിദ്യാർത്ഥികൾക്ക് എത്തിക്കുന്നതിനായിട്ടുള്ള മാഫിയ പ്രവർത്തിക്കുന്നതായിട്ട് അത്തരം മാഫിയ കേന്ദ്രീകരിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തൊട്ട് 2 ദിവസം മുമ്പ് ഒരു പരിശോധന നടത്തിയിരുന്നു. അതേ കേസുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു 3 പേരെ കൂടി കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സംഗീത സംവിധായകൻ ശരത്ത് യാത്രയ്ക്ക് പിന്തുണയുമായി മൂവാറ്റുപുഴയിൽ പങ്കാളിയായി. ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തണം. നമ്മുടെ പുതിയ തലമുറ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തണം. കാര്യം ഇതൊരു മഹാവൃത്തിയായിട്ട പരിപാടിയാണ്. അതൊരു നമുക്ക് ഒട്ടും പ്രോത്സാഹിപ്പിക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ്. കാര്യം ഇതടിച്ചിട്ട് ഈ ഉള്ള അക്രമം എല്ലാം നടക്കുന്നത് ഇതിന്റെ ഒരു ഒറ്റ കാര്യം കൊണ്ടാണ്. അച്ഛനമ്മയെ അറിഞ്ഞുകൂടാ. പിറവം ചിന്മയ വിദ്യാപീഠ് ഗ്ലോബൽ ക്യാമ്പസിൽ കേരള യാത്രയ്ക്ക് അകമഴിഞ്ഞ പിന്തുണ. കേരളത്തിൽ അതിവേഗം പടരുന്ന സിന്തറ്റിക് ലഹരി പദാർത്ഥങ്ങൾ ആളുകളുടെ സ്വഭാവം മാറ്റിമറിക്കുന്നു. വല്ലാത്ത ക്രൂരത ചെയ്യാൻ, നൃത്തമായി പെരുമാറാൻ, പെറ്റമ്മയെ കൊന്നു കൊലപ്പെടുത്താനുമൊക്കെ ആളുകൾ തയ്യാറാകുന്നു. ലഹരി വ്യാപനം സർവശക്തിയും എടുത്ത് തടയുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. രാത്രി മരടിൽ നടക്കുന്ന പൊതുയോഗത്തോടെ എറണാകുളം ജില്ലയിലെ ആദ്യ ദിന സന്ദർശനം അവസാനിക്കും. നാളെ മറൈൻ ഡ്രൈവിൽ നിന്ന് ഗുഡ് മോർണിംഗ് വിത്ത് ആർ ശ്രീകണ്ഠൻ നായർ മോർണിംഗ് ഷോയോടെ 2ാം ദിന പര്യടനം ആരംഭിക്കും. 24 കൊച്ചി. ലഹരിക്കും അക്രമത്തിനുമെതിരെ 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ നടത്തുന്ന കേരള യാത്രയുടെ പൂർണ്ണരൂപം പ്രേക്ഷകർക്ക് കാണാം. 24ന്റെ SKN40 എന്ന കവറുള്ള യൂട്യൂബ് പേജിലും സോഷ്യൽ മീഡിയ പേജുകളിലും ലഭ്യമാണ്. വാർത്താസന്ധ്യ അവസാനിക്കാം.